ഒബ്ജക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ് ഈ പ്രിൻസിപ്പിൾ പ്രകാരം ഏത് ട്രാൻസാക്ഷൻ നമ്മൾ എഴുതിയാലും ഏത് അക്കൗണ്ടിങ് ഡേറ്റ നമ്മൾ രേഖപ്പെടുത്തിയാലും അതിലെല്ലാം എന്ത് ചെയ്യണം, വെരിഫൈ ചെയ്തിരിക്കണം എന്ന് പറഞ്ഞാൽ സപ്പോർട്ടുള്ളൊരു ഡോക്യുമെൻ്റ് വെച്ചായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസിൽ എഴുതേണ്ടത്. ഉദാഹരണം, ഇപ്പോൾ ജിസ്മി ഒരു സ്ഥാപനത്തിൽ അക്കൗണ്ടൻ്റ് ആയിട്ടിരിക്കുകയെന്ന് കൂട്ടുക കേട്ടോ ജിസ്മി. അപ്പം ജിസ്മി എടുത്ത അക്കൗണ്ടൻ്റ് അവിടെ സെയിൽ നടന്നു. അപ്പോൾ അക്കൗണ്ടൻ്റ് എന്ന നിലയിൽ ജിസ്മി എഴുതി വെക്കുകയാണ്, എന്താണ്, 10,000 രൂപ സെയിൽ നടന്നു. അത് എഴുതാൻ പാടുണ്ടോ? ഇല്ല. പകരം എന്ത് വേണം, എഴുതാം. എന്തുണ്ടെങ്കിൽ എഴുതാം, ഡോക്യുമെൻ്റ് കൃത്യമായിട്ടുള്ള എവിഡൻസ് ഉണ്ടെങ്കിൽ എഴുതാവൂ. അല്ല എഴുതി വെക്കാൻ പാടുണ്ടോ? അത് എവിടെ നിന്ന് എടുക്കാം, നമുക്ക് ആ ബില്ലിംഗ് സെക്ഷനിൽ നിന്നുള്ള ആ ഡോക്യുമെൻ്റ് വെച്ച് വേണം അക്കൗണ്ടൻ്റ് എഴുതാൻ. അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ബില്ല് ആവശ്യപ്പെടുന്നത്. കണ്ടിട്ടില്ലയോ? ഏത് പരിപാടി ഓഡിറ്റ് ചെയ്യപ്പെടേണ്ട ഏത് കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ ബില്ല് ആവശ്യപ്പെടുന്നത്.